Hilux ready to go. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പോൾ നിങ്ങൾ കണ്ട ആ വീഡിയോ ഇല്ലേ, അത് എങ്ങനെ നമ്മൾ ചെയ്തു എന്നുള്ളതാണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത്. അതിനായിട്ട് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഇത് സ്കെച്ച് ഫാബിൽ നിന്ന് എടുത്ത മോഡലാണിത്. ഇവിടെ ഡൗൺലോഡ് ഓപ്ഷൻ ഉണ്ട്. സോ നിങ്ങൾക്ക് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നേ ഉള്ളൂ. അത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഡൗൺലോഡിൽ കൊടുത്തു കഴിയുമ്പോഴത്തേക്കിന് ഈ FBX ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ മാനുവലി നമ്മൾ ടെക്സ്ചറൊക്കെ കൊടുക്കേണ്ടി വരും. അതിന് പകരം ബ്ലെൻഡർ യൂസ് ചെയ്യുമ്പോഴത്തേക്കിന് GLTF എന്ന് പറഞ്ഞ് ഇത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഓൾറെഡി മെറ്റീരിയൽസ് ഒക്കെ അപ്ലൈഡ് ആയിരിക്കും. അപ്പം നമുക്ക് അത്രയും പണി കുറഞ്ഞിരിക്കുന്നതല്ലേ ഏറ്റവും നല്ലത്. സോ അങ്ങനെയാണ് നമുക്ക് ഇതിവിടെ കിട്ടിയിരിക്കുന്നത്. ഇപ്പം ജസ്റ്റ് റണ്ടർ വ്യൂവിൽ ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ, എന്ത് റിയലിസ്റ്റിക് ആയിട്ടല്ലേ മോഡല്. എനിക്കിതിൽ കുറേ സംഭവങ്ങൾ ഇനിയിപ്പോൾ എടുക്കണം. അതായത് ഇത് സ്കെച്ച് ഫാബിൽ തന്നെയാണ് ഞാൻ അതിൻ്റെ താഴെയുള്ള ഗ്രൗണ്ട് സെക്ഷനൊക്കെ ഫിനിഷ് ചെയ്തിരിക്കുന്നത്. നമുക്കിതിൽ ഗ്രൗണ്ട് സെറ്റ് ചെയ്യണം. ഗ്രൗണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ സെർച്ച് ചെയ്യുന്നത്. ഇത് എടുക്കുകയാണ്. നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്ത ഗ്രൗണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിനെ നമുക്കൊന്ന് ടെക്സ്ചർ വ്യൂവിൽ കാണാം. ജസ്റ്റ് സ്കെച്ച് ഫാബിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത ഈ ഒരു കാറിൻ്റെ മോഡലും ഐ തിങ്ക് ട്രക്കാണെന്ന് തോന്നുന്നല്ലേ. സോ അത് വെച്ചിട്ട് നമുക്ക് ഇത്രയും പക്ക കണ്ടില്ലേ, ഇപ്പം തന്നെ ആ ഒരു റിയലിസം അവിടെ വരുന്നുണ്ട്. ഇനി ഇതിൽ കുറച്ചും കൂടെ ഒക്കെ പണിതെടുത്ത് കഴിയുമ്പോഴത്തേന് സംഭവം കാണുമ്പോൾ തന്നെ അടിപൊളിയാവും. ഇനിയിപ്പോൾ ഇത് ചെയ്യാനുള്ളത് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ എൻ്റെ ഷോർട്ട് കട്ട്സും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്തായിട്ട് കാണാം. സോ അത് ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞില്ലെങ്കിലും നിങ്ങൾക്ക് അവിടെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഏത് കീസാണ് പ്രസ് ചെയ്യുന്നത് എന്നുള്ളത് കാണാൻ പറ്റും. സോ ഇതിലിപ്പം ഞാൻ Alt-D ആണ് ഉപയോഗിക്കുന്നത്. Ctrl-M അടിച്ചു കഴിഞ്ഞാൽ നേരെ നമുക്ക് ഫ്ലിപ്പ് ചെയ്യാൻ പറ്റും. കുറച്ച് സെൻറ്ററിലേക്ക് ആക്കി വെച്ച് നമുക്കിപ്പോൾ നമ്മുടെ ഗ്രൗണ്ട് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി വേണ്ട കുറച്ച് പ്ലാൻസും കാര്യങ്ങളൊക്കെ അതിന് നമ്മൾ തപ്പണം. ഇത് സെറ്റാണ് കേട്ടോ. ഇത് കൊള്ളാം, ഇത് നൈസായിട്ടുണ്ട്. ഒരു പ്ലെയിൻ ആഡ് ചെയ്യാണ്. നമുക്ക് ഈ പ്ലെയിൻ എടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് പ്ലാൻസ് ആഡ് ചെയ്യാം. അതിനായിട്ട് പാർട്ടിക്കിൾ സിസ്റ്റമിൽ പോയിട്ട് ഹെയറിൽ ക്ലിക്ക് ചെയ്യുക, പാത്ത് മാറ്റി കളക്ഷൻ ആക്കുക. കളക്ഷനിൽ സ്മോൾ പ്ലാന്റ് എന്നാക്കുക. നമുക്ക് കളക്ഷനിൽ എന്താണെന്ന് അറിയത്തില്ല, വരുന്നില്ല. ഞാൻ അതുകൊണ്ട് ഇതങ്ങ് എടുത്തു. ഇവനെടുത്ത് കളയാം. ഇപ്പോൾ ഇതിൻ്റെ ഒറിജിൻ കറക്റ്റ് അല്ല, അത് നമുക്ക് കറക്റ്റ് ചെയ്യണം. അത് കറക്റ്റ് ചെയ്യാനായിട്ട് ഒന്നെങ്കിൽ 3D കേഴ്സർ ഈ സൈഡിലോട്ട് ആക്കിയിട്ട് കറക്റ്റ് സെൻറ്ററിലാണോ നോക്കുക. ആക്കിയിട്ട് നമ്മൾ നേരെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് സെറ്റ് ഒറിജിൻ ടു 3D കേഴ്സർ എന്ന് പറഞ്ഞ് കൊടുക്കുക. ഇത് കൊടുത്തെന്ന് പറഞ്ഞിട്ട് ഇവിടെ വർക്ക് ആവത്തില്ല. വർക്ക് ആവണമെന്നുണ്ടെങ്കിൽ നമ്മളെ ടൂൾസിൽ പോയിട്ട് ഒറിജിൻ ഓൺ ആക്കണം. ഓൺ ആക്കിയിട്ട് നമ്മൾ ഇത് റൊട്ടേറ്റ് ചെയ്ത് നോക്കുക, എങ്ങോട്ടാണ് തിരിയുന്നതെന്ന്. ഇതല്ല, നമുക്ക് ഇപ്പോൾ എല്ലാം നേരെ ആയിട്ടുണ്ട്. ഇനി ചെയ്യാനുള്ള അടുത്ത ഘട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഓഫ് ചെയ്യുക. ഇവിടെ വന്നിട്ട് ക്യാവിറ്റി ഓൺ ആക്കുവാണെങ്കിൽ കുറച്ചും കൂടെ വർക്ക് ചെയ്യുമ്പോഴത്തേക്കിന് രസമായിരിക്കും. ആ ഷെയ്ഡും കട്ടിങ്ങും ഒക്കെ നമുക്ക് കുറച്ചും കൂടെ വിസിബിൾ ആവും. ഇതിൽ സൈസ് റാൻഡം സൈസ് ആക്കി ചിൽഡ്രനിൽ പോവുക. ചിൽഡ്രനിൽ പോയിട്ട് നമ്മൾ ഇവിടുത്തെ സാമ്പിൾസ് നമുക്കൊരു 50 ആക്കി നോക്കുക. ഓക്കെ, 50യിൽ ഇവിടെ നമുക്കൊരു 5 അപ്ലൈ ചെയ്യാം. ഓക്കെ, എന്നിട്ട് നേരെ താഴെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ റഫ്നെസ് എന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ടായിരിക്കും. കണ്ടില്ല, ഇതെല്ലാം ഒറ്റ പാനലാണ് റഫ്നെസ്. അതിൽ ഈ റാൻഡം നമുക്കൊന്ന് ചെയ്യാം. മാക്സിമം കുറച്ച് ഇതാക്കി എടുക്കുക. അപ്പോൾ കുറച്ച് വല്ലാണ്ടാക്കി ഇരിക്കും. നോക്കാം, നമുക്ക് ഔട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. വലിയ കുഴപ്പമില്ലല്ലേ. നമുക്ക് ഇവനെ എടുത്ത്
ഇങ്ങനെയുള്ള ഓരോ പ്ലേസിൽ കൊണ്ട് വെക്കാം, നോക്കാം എന്നിട്ട് എങ്ങനെ ഉണ്ടെന്ന്. ഇത് കൊള്ളാം അല്ലേ? ഇത് സംഭവം സെറ്റായിട്ടുണ്ട്. നമുക്ക് ഇവനെ ഒന്ന് ചെറുതായിട്ട് ഇതാക്കുക, സ്കെയിൽ അടിക്കുക. ഇപ്പൊ നമ്മുടെ ആ സീൻ ഓരോന്ന് സെറ്റായിട്ട് വരുന്നുണ്ട്. ആൾട്ട് ഡി എടുത്ത് സംഭവങ്ങൾ സെറ്റ് ചെയ്യുക. പോയിട്ട് ഓരോന്നിൻ്റെ റാൻഡം വാല്യൂ ചുമ്മാ ഒന്ന് സെലക്ട് ചെയ്ത് കുറച്ച് വ്യത്യാസമാക്കിയിട്ട് ഇവിടെ റാൻഡമിൽ പോയിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് മാറ്റം വരുത്തുക, കുറച്ചും കൂടെ ഒക്കെ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തുക. ഇപ്പം നമ്മൾ കുറച്ച് പാർട്ടിക്കിൾസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പാർട്ടിക്കിൾസ് ഒക്കെ ഓഫ് ആക്കി ഇടുകയാണ് ഇപ്പം ഞാൻ, കാരണം നമുക്ക് ലോഡ് ഒത്തിരി ആവും. അപ്പം അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഇനി അടുത്തത് നമുക്ക് വേറെ കുറച്ച് 2-3 വലിയ പ്ലാന്റ്സുകൾ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ട്രീസ് കാര്യങ്ങൾ, ട്രീസ് അല്ല കുറച്ച് നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്രിഡ്ജിനെ കുറിച്ചിട്ട്. നമുക്കിപ്പോൾ ബ്രിഡ്ജ് ഓപ്പൺ ചെയ്യാം. ഇതിന് ജസ്റ്റ് ഒരു ആഡ് ഓൺ ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ്. കഴിഞ്ഞ വട്ടം നമ്മൾ എടുത്ത ഒബ്ജക്ട്സ് ഒക്കെ ഇവിടെ കാണാൻ ചാൻസ് ഉണ്ട്. ഇത് നമുക്ക് വണ്ടിയുടെ സൈഡിലൊക്കെ ആഡ് ചെയ്യാം. അതായത് ആ വരുന്ന വഴിയിൽ എവിടെയെങ്കിലൊക്കെ ഒന്ന് ചുമ്മാ ഒക്കെ ഒന്ന് എടുത്ത് വെക്കുവാണെങ്കിൽ കാണാൻ രസമായിരിക്കും. വിഷ്വലി എൻഗേജ്ഡ് ആക്കുക എന്നുള്ളതാണ് ഒരു 3D ആർട്ടിസ്റ്റ് മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. അങ്ങനെ മറ്റുള്ളവർക്ക് നമ്മുടെ വർക്ക് കാണുമ്പോഴത്തേനും ഇത് സംഭവം കൊള്ളാം, ഇത് കൊള്ളാം, അടിപൊളി എന്നൊക്കെ തോന്നണം. ഓക്കെ, അത് ബ്ലെൻഡറിലേക്ക് വന്നിട്ടുണ്ട്. പിന്നെ എൻ്റെ ട്യൂട്ടോറിയൽ കാണുമ്പോഴത്തേക്കിന് ഇത് കണ്ടിട്ട് അതേപടി ഓക്കെ ഇതിങ്ങനാണെന്നല്ല, നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ക്രിയേറ്റിവിറ്റി കൊണ്ടുവന്നെങ്കിൽ മാത്രമേ എവിടെയെങ്കിലും പോയി എത്തിപ്പെടത്തുള്ളൂ. ഒന്നും വേണ്ട, എത്തിപ്പെട്ടില്ലെങ്കിൽ സാരല്ല, സ്വന്തമായിട്ടൊരു വർക്ക് ചെയ്യുമ്പോഴത്തേക്കിന് ഓക്കെ നിങ്ങൾക്ക് ഒരു പ്രൊഫഷണലായിട്ടൊരു വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു ഫീൽ തോന്നത്തുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ഒരു ട്യൂട്ടോറിയൽസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അതേപടി ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അത് നമ്മളെ ബാധിക്കും, നമ്മുടെ വർക്കിനെ ബാധിക്കും. എന്തുണ്ടെങ്കിലും പോയി യൂട്യൂബിൽ തപ്പാൻ നോക്കും. മാക്സിമം നമ്മൾ തന്നെ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. പിന്നെ ഒരു ബിഗിനറായിട്ട് നിൽക്കുന്നവർ എപ്പോഴും യൂട്യൂബിൽ ബിഗിനർ വീഡിയോസ് കണ്ടുവരിക എന്നുള്ളതാണ്. അത്യാവശ്യം ടൂൾസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് കയറുന്നതായിരിക്കും നല്ലത്. ഇതോ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തൊക്കെ എടുക്കേണ്ടതെന്ന്. ഡൗൺലോഡ് ചെയ്ത് ഞാൻ 4K ഡൗൺലോഡ് ചെയ്തത്. സോ അതിനു വേണ്ടിയിട്ടുള്ള സംഭവങ്ങൾ, അതിനു വേണ്ടിയിട്ടുള്ള മാത്രം നമ്മൾ ക്ലിക്ക് ചെയ്യുക. കണ്ടോ, ഇപ്പം നമുക്ക് നമ്മുടെ സീൻ ഇവിടെ സെറ്റായിട്ട് വരുന്നതാണ്. ഇതിൽ ഒരു സംഭവം ചെയ്യണം. ഇതിനകത്ത് ടെക്സ്റ്റ് എല്ലാം മുന്നോട്ടല്ല ഇരിക്കുന്നത്, നമുക്കതിനെ കുറച്ച് അല്ലാണ്ടൊക്കെ ആക്കി വെക്കാം. അതങ്ങനെ ഇരിക്കട്ടെ. ഇങ്ങനെ ഇനി വേണ്ട ഈ രണ്ട് സൈഡിൽ നമുക്ക് ഹൈഡ് ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പ്ലാന്റ്സും ട്രീസും ആഡ് ചെയ്ത് നമ്മുടെ ഫസ്റ്റ് സീക്വൻസ് സെറ്റാവും. അതിൽ നമ്മൾ കഴിഞ്ഞ വട്ടം എടുത്തതിൽ ഒരു ട്രീ വീണിടക്കുന്നുണ്ടായിരുന്നു. അത് നമ്മൾക്ക് വേണം. ഇതായിരുന്നോ? അല്ല, ഇതല്ല, ഇതായിരുന്നോ? നോക്കട്ടെ. ഏതിലും ഒരാളെ നമുക്ക് വേണം. ഞാൻ പറഞ്ഞിട്ടുള്ള ക്യുക്സൽ ബ്രിഡ്ജ് എന്ന് പറയുന്നതിലെ 3D മോഡൽസ് ഒക്കെ എല്ലാം ഹൈ ലെവല് സംഭവങ്ങളാണ്. അതായത് ഭയങ്കര റിയലിസം തരുന്ന മോഡൽസ് ആണ് ഇതിനകത്തുള്ളത്. മാക്സിമം യൂസ് ചെയ്യുക നിങ്ങളും. എക്സ്പോർട്ട് സക്സസ്ഫുള്ളി. ആവശ്യമില്ലാത്ത ഡിലീറ്റ് ചെയ്യുക. Ctrl+Shift+T. സൈക്കിളിൽ പോയി നോക്കാം. എന്തോ എനിക്ക് ആ ഒരു സൈക്കിളിൽ അത്ര മോശമല്ല. ഇത് കുഴപ്പമില്ല. നമുക്ക് ഈ സീൻ സെറ്റപ്പിനെ ഫുള്ള് നമുക്ക് വേറൊരു സൈഡിലേക്ക് മാറ്റാം. അതാകുമ്പോഴത്തേക്കിന് നമ്മുടെ കളക്ഷൻസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും എടുത്തുകൊണ്ട് വരാനും ഇടാനും ഒക്കെ. ഒരു ഹൈറ്റ് കൂട്ടി വെക്കുകയാണ്. ഫയൽ സേവ് ചെയ്യുക. മിസ്സായി പോയി കഴിഞ്ഞാൽ പോയതാണ്. ഇനി നമുക്ക് ഇവനിലേക്ക് കുറച്ച് പ്ലാന്റ്സിന് നമുക്ക് ആഡ് ചെയ്യണം. കുറച്ച് ചെടികളും കാര്യങ്ങളും ഒക്കെ, മീൻസ് ചെറിയ ചെറിയ പ്ലാന്റ്സ് ഒക്കെ വരത്തില്ല, അത് ഇടുന്നതായിട്ട് നോക്കുക. അതിന് C പ്രസ് ചെയ്തിരിക്കുകയാണ് സെലക്ട് ചെയ്യാൻ.
സ്റ്റെമ്മൊക്കെ നമുക്ക് ചെറുതായിട്ട് സ്റ്റെമ്മിൻ്റെ വേരുകളും കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ സെലക്ട് ചെയ്യുക. നേരെ നമ്മൾ ഒരു വെർട്ടെക്സ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ കുറച്ചും കൂടെ നമുക്ക് ഇവിടെയും കൂടെ ഒക്കെ ഒന്ന് ഇതാക്കിയിട്ട് അതിലും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. സോ ഇപ്പോൾ നമ്മുടെ ഇങ്ങനെ സെലക്ട് ആയിട്ടുണ്ട്. പ്ലാന്റ്സിന് നമ്മൾ കഴിഞ്ഞ വട്ടം എടുത്ത പ്ലാന്റ് ഉണ്ടായിരുന്നു. ഇത് തന്നെയാണ് നമ്മളിപ്പോൾ അതിനകത്തും കയറ്റുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്ലാന്റും ആഡ് ആയിട്ടുണ്ട്. സെലക്ട് ചെയ്യുക, Ctrl+L, മെറ്റീരിയൽ ലിങ്ക് ആയിക്കോളൂ. സോ ഇതിപ്പോൾ ഇവിടെ ആയിട്ടില്ലേ, ഇവനെ നമുക്കെടുത്ത് താഴ്പോട്ട് വെക്കാം. എന്നിട്ട് നമുക്ക് ഇവനെ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ പാർട്ടിക്കിൾ സിസ്റ്റം ആഡ് ചെയ്യുക. പാർട്ടിക്കിൾ സിസ്റ്റം ആഡ് ചെയ്തിട്ട് ഹെയർ സെലക്ട് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ലെവലൊക്കെ ഒന്ന് അത്യാവശ്യം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഒരു ഒബ്ജക്റ്റിൽ പോയിട്ട്, പാത്താണ് കിടക്കുന്ന ഒബ്ജക്റ്റിൽ പോയിട്ട് നമ്മുടെ പ്ലാന്റ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്, കണ്ടില്ലേ? സ്കെയിൽ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, കണ്ടോ? അവിടെ വന്നിട്ടുണ്ട്. ഇപ്പം മൊത്തത്തിലല്ലേ കിടക്കുന്നത്. അപ്പോൾ അതല്ലാണ്ട് ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് റാൻഡം ഒക്കെ ചെയ്യുക. റാൻഡം വാല്യൂ കൊടുത്തിട്ട് നേരെ ഒബ്ജക്റ്റിൽ ഡെൻസിറ്റിയിൽ ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ എവിടേക്കാണോ അപ്ലൈ ചെയ്തത് അവിടെ മാത്രം അത്ര ഭാഗത്ത് കുമിഞ്ഞു കൂടും. സംഭവം അങ്ങ് കുറച്ച് കൂടുതൽ വരും. ഞാൻ പറഞ്ഞല്ലോ, ഓരോന്നും ചെയ്തെടുക്കുക. ഓരോന്നും ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ഞാനിങ്ങനെ നിങ്ങളുടെ മുന്നിലേക്ക് ഈ ഒരു രീതിയിൽ കാണിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരുപാട് കഷ്ടപ്പാടുണ്ട്. പഠിച്ചതും പഠിച്ചെടുത്ത സമയം. കാരണം എന്നെ സംബന്ധിച്ച് എനിക്ക് പറഞ്ഞു തരാനൊന്നും ആരുമില്ലായിരുന്നു. എന്താ പറയുക, ഞാൻ പഠിക്കുന്ന സമയത്ത് പഠിക്കാൻ മോശമൊന്നുമല്ല, പക്ഷേ ഇംഗ്ലീഷൊന്നും വലിയ പിടുത്തമില്ലായിരുന്നു. പിന്നെ ബാംഗ്ലൂർ പോയി പഠിക്കുകയും അവിടെയുള്ള ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ അങ്ങനെ മിങ്കിളായിട്ടാണ് ഇംഗ്ലീഷ് പഠിക്കുന്നതും പിന്നീടാണ് കുറേ ഏറെ അറിവുകളും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നത്. ഞാൻ പഠിച്ചത് വിസ്റ്റൂൺസ് അക്കാദമിക് എന്ന് പറയുന്ന ഒരു ബാംഗ്ലൂരിലെ ഒരു ഇതുണ്ട്, ഒരു അക്കാഡമിക്കാണ്. സോ അവിടെയാണ് ഞാൻ പഠിച്ചത്. വിസ്റ്റൂൺസ് അക്കാഡമിക് എന്ന് പറയുന്നത് ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി, വിസ്റ്റൂൺസ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും. നമുക്ക് നമ്മുടെ ഇവന്മാരൊക്കെ ഒന്ന് എനേബിൾ ചെയ്ത് നോക്കാം എങ്ങനെ ഇപ്പോഴത്തെ വ്യൂവും എത്രത്തോളം ഉണ്ടെന്ന്. ഇവിടെ ഇത് എനേബിൾ ചെയ്താലില്ലെങ്കിലും ഈ ബട്ടൺ, ഈ ക്യാമറയുടെ ഈ ബട്ടൺ ഉണ്ടെങ്കിൽ നിങ്ങളുടെ റെൻഡർ വ്യൂവിൽ അത് കാണാൻ പറ്റും കേട്ടോ. നിങ്ങൾക്ക് അത് വേണ്ടാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതങ്ങ് ഓഫ് ചെയ്യുക. റെൻഡറിൽ വേണ്ടാന്നുണ്ടെങ്കിൽ അത് ഓഫ് ചെയ്താൽ മതി. കണ്ടില്ല, ഇപ്പം തന്നെ നമ്മുടെ ആ ഒരു എന്താ പറയുക, ആ ഒരു വിഷ്വൽ വരുന്ന ആ ഒരു രീതി കണ്ടോ. ഇനി നമുക്ക് വേണ്ടത് HDRI കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പം ഞാൻ ഇതിലായിട്ട് HDRI കൊടുത്തിട്ടില്ല. സോ നല്ലൊരു HDRI വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോറസ്റ്റ് എന്ന് സെർച്ച് ചെയ്യാം. ഫോറസ്റ്റ്, അതിൽ ഫ്രീ അപ്ലൈ ചെയ്യുക. എന്നിട്ട് നോക്കാം ഏതാണ് ബെറ്റർ എന്ന് നമുക്ക് നോക്കാം. കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം കണ്ടില്ലേ, ആ ഒരു സീൻ്റെ റിഫ്ലക്ഷൻസും ഒക്കെ വരും. ഓരോന്ന് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ വ്യൂ ബെറ്റർ ആയിക്കൊണ്ടേയിരിക്കും. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, ഇപ്പം ഈ സീനിൽ നമുക്ക് ലൈറ്റ് ഇല്ല അല്ലേ, പക്ഷെ നമുക്ക് റിഫ്ലക്ഷൻസും കാര്യങ്ങളൊക്കെ വരുന്നൊക്കെയുണ്ട്. അതിന് നിങ്ങൾക്ക് ഫുൾ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന HDRI കാണണ്ടെന്നുണ്ടെങ്കിൽ ഫിലിമിൽ പോയിട്ട് ഇവിടെ ട്രാൻസ്പെറൻസി കൊടുത്തു കഴിഞ്ഞാൽ അതങ്ങ് മാറി കിട്ടും അല്ലേ, അതങ്ങ് പോവും. പിന്നെ നമുക്ക് വേണ്ടത് എന്താണ്, ലൈറ്റാണ് വേണ്ടത് അല്ലേ. ആ ലൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ രണ്ട് വഴികളിൽ ചെയ്യാം. അതായത് ഒന്ന് വേൾഡിൽ പോയിട്ട് ഇവിടെ വന്നിട്ട് നമുക്ക് ജസ്റ്റ് മാത്ത്, ഇതിപ്പോൾ ഞാൻ അത് എടുത്തു വെച്ചിട്ടുള്ളതാണ്. ഇത് മാത്ത് എന്ന് പറയുന്ന ഒരു ഒരു നോഡാണ്. ജസ്റ്റ് ഷിഫ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് MATH മാത്ത് എന്ന് പറഞ്ഞാൽ സെർച്ച് ചെയ്താൽ അവിടെ കാണും. അവിടെ പോയിട്ട് ഇവിടെ പവർ കിടക്കുന്നുണ്ട്, അത് സെലക്ട് ചെയ്താൽ മതി. എന്നിട്ട് ഈ പവർ ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനെ ആയിരിക്കും ഡീഫോൾട്ടായിട്ട് വരിക. ഇതിനെ എടുത്ത് നമുക്ക് സ്ട്രെങ്തിലേക്ക് കൊടുക്കുക, കണ്ടില്ലേ. അപ്പോൾ ആ ടെക്സ്ചറും നമുക്ക് അവിടെ കിട്ടും. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് എന്ത് കിട്ടും, സൺലൈറ്റും പക്കയായിട്ട് കിട്ടും. അതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാം. അത് ഹെവി ആയിട്ട് കൂട്ടാം, ഹെവി ആയിട്ട് കുറയ്ക്കാം, അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഞാൻ പറയാം, എനിക്ക് ഇപ്പം ഓരോ കാര്യങ്ങളും പഠിപ്പിക്കുമ്പോഴത്തേക്കിന് നിങ്ങളുടെ കയ്യിൽ നിന്ന് നല്ലതാണെങ്കിൽ നല്ലതാണെന്നൊരു കമൻ്റ് ഇടുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ എന്നിട്ട് നമുക്ക് സണ്ണിനെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്.
ഇഷ്ടമുള്ള രീതിയിൽ എങ്ങോട്ടാണോ നിങ്ങൾക്ക് സണ്ണെ വെക്കേണ്ടത്, അല്ലെങ്കിൽ എങ്ങോട്ട് വെച്ചാലാണോ നിങ്ങൾക്ക് സെറ്റാകുന്നത് അങ്ങോട്ട് സെറ്റ് ചെയ്യുക. അടുത്തത് ഓൾറെഡി നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ഇതുപോണക്കത്തെ കുറച്ച് മലകൾ. അതിൽ നമുക്ക് ഇത് നമ്മൾ അന്ന് എടുത്തിട്ട് യൂസ് ചെയ്തില്ല, നമ്മുടെ അതിനകത്ത് കാണിച്ചില്ലെന്ന് പറയാം. അത് നമുക്ക് ഈ പ്രാവശ്യം എടുക്കാൻ പറ്റുമോ നോക്കാം. ഇവിടെ വന്നിട്ടുണ്ട്. നേരെ ഇവിടെ കൊണ്ടുവരിക, ഒന്ന് കറക്കി സെറ്റ് ചെയ്യുക, എന്നിട്ട് കുറച്ച് വലുപ്പമൊക്കെ വരുത്തി സീനിലേക്ക് കൊണ്ടുവരിക. യൂസ് ആയാൽ മതിയായിരുന്നല്ലേ. നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. നേരെ ഒബ്ജക്റ്റിൽ പോവുക. ഒബ്ജക്റ്റിൽ പോയിട്ട് നമുക്ക് ഇതുകൊണ്ടൊക്കെ ഒന്നുമില്ല, അല്ലെ വന്നിട്ടില്ല. ഇതിപ്പോൾ ന്യൂ എന്ന് പറയാൻ കാണിച്ചിരിക്കുകയാണ്. ഇതിപ്പോൾ വേറെ എവിടെയെങ്കിലുമൊക്കെ പോയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ലാപ്ടോപ്പിൽ നിങ്ങളുടെ ഇപ്പം ഞാൻ പ്രസ് ചെയ്ത ബട്ടൺ നിങ്ങൾക്ക് കാണാമെന്ന് തോന്നുന്നു. നമ്മുടെ എസ്കേപ്പിൻ്റെ തൊട്ട് താഴെയുള്ള ഡോട്ടർ ലൈൻ അല്ലേ കീബോർഡിൽ, അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കാണിക്കും ഫ്രെയിം സെലക്ട് എന്ന് പറയാൻ കാണിക്കും. 6 ക്ലിക്ക് ചെയ്യുക, സോ അവിടെ വരും. അതുപോലെ തന്നെ ലാപ്ടോപ്പിൽ നമുക്ക് ഫേസ് ചെയ്യുന്നൊരു സംഭവമാണ്, നമ്മൾ ഇതുപോലൊക്കെ സീൻ സെലക്ട് ചെയ്തിട്ട് ഒന്ന് ഫോക്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ PC-യിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്പർ പാഡ് ഉണ്ട്. നമ്പർ പാഡിൽ ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ഫോക്കസ്ഡ് ആകുന്നതാണ്. അതേസമയം ലാപ്ടോപ്പിൽ വരുമ്പോഴത്തേക്കിന് ഇപ്പം ഞാൻ കാണിച്ചു തന്ന അതേ സംഭവം, എനിക്കിതിൻ്റെ പേര് കറക്റ്റ് എനിക്കറിയത്തില്ല. എസ്കേപ്പിൽ തൊട്ട് താഴെയുള്ള ആ ബട്ടൺ നിങ്ങൾക്ക് കാണാൻ തോന്നുന്നു. അതിനുശേഷം 3 പ്രസ് ചെയ്യുക. അതായത് ഇത് പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് 3 പ്രസ് ചെയ്യുക. അത് ഫോക്കസ് ആയിട്ടുണ്ട്, കണ്ടില്ലേ? ഇപ്പം ഇത് ഫോക്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുകൊണ്ടൊക്കെ തന്നെ 3 പ്രസ് ചെയ്യുന്നു, കണ്ടില്ലേ? സോ അത് ഫോക്കസ്ഡ് ആവുന്നു. സോ അങ്ങനെ ചെയ്യുക. ഇപ്പം ഇങ്ങനെ ഇരിക്കട്ടെ. നമുക്ക് ഇതിലേക്ക് നമ്മുടെ ടെക്സ്ചറിനെ ആഡ് ചെയ്യാം. അത് ഓക്കെ, ഓൾമോസ്റ്റ് എവിടേക്കോ ശരിയായി വരുന്നുണ്ടല്ലേ. നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സംഭവം കിട്ടുന്നുണ്ട്. പക്ഷേ സൺലൈറ്റ് ചെറുതായിട്ട് ബാധിക്കുന്നുണ്ട്. അതിന് സ്കൈ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നൊരു ആഡൺ ഉണ്ട്, അതൊന്ന് ആഡ് ചെയ്യാം. ആഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും. അതിൽ ഞാൻ എർത്ത് 3 സെലക്ട് ചെയ്തിട്ടുണ്ട്. എർത്ത് 3 സെലക്ട് ചെയ്തിട്ട് സണ്ണിൽ ഇതിൽ നമുക്ക് റൊട്ടേറ്റ് ഒക്കെ ചെയ്യാം. എല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റും കേട്ടോ. ഇവിടെ നമുക്ക് കുറച്ച് പണിതെങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ഇത് കിട്ടത്തുള്ളൂ. ഓക്കെ, ഞാൻ എന്തിനാണ് ഇത് എടുത്തതെന്ന് വെച്ചാൽ നമുക്ക് എക്സ്ട്രാ സ്കൈയോ കാര്യങ്ങളോ നമുക്ക് ആഡ് ചെയ്യേണ്ടി വരത്തില്ല. മറ്റേതാണെന്നുണ്ടെങ്കിൽ HDR ആണെന്നുണ്ടെങ്കിൽ പ്രോപ്പർ HDR അല്ല എന്നുണ്ടെങ്കിൽ നമുക്കത് പിന്നീട് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യണം, സ്കൈനെ കൊണ്ടുവെക്കണം. ഇതാകുമ്പോൾ അങ്ങനെയില്ല. ഇത് നമുക്ക് ഇതിൽ സ്കൈയും കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കാം. കണ്ടില്ലേ, ക്ലൗഡ്, അതിൻ്റെ സ്കെയില് കാര്യങ്ങളൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയൊരു ടെക്സ്ചറും കൂടെ ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. ആഡ് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഇല്ല. ഇനിയിപ്പോൾ നമുക്ക് ക്യാമറ സെറ്റ് ചെയ്യാം. ക്യാമറ സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് വണ്ടി റിഗ് ചെയ്യാണ്. റിഗ് ചെയ്യാൻ വേണ്ടി ഞാൻ RBC ഒരു ആഡ് ഓൺ ആണ് യൂസ് ചെയ്യുന്നത്. ആഡ് റിഗ് സെലക്ട് ചെയ്യുമ്പോഴത്തേക്കിന് കുറേ സംഭവങ്ങൾ അങ്ങനെ കാണിക്കും. അതിനുശേഷം വണ്ടിയുടെ ബോഡി, ബാക്ക് ടയർ ലെഫ്റ്റ്, ഫ്രണ്ട് ടയർ ലെഫ്റ്റ്, അതുപോലെ തന്നെ റൈറ്റ് സൈഡ് ബാക്ക് ടയർ, റൈറ്റ് സൈഡ് ഫ്രണ്ട് ടയർ കൊടുത്തിട്ട് ജനറേറ്റർ റിഗ് കൊടുക്കുമ്പോൾ എന്താന്ന് നോക്കാം. കാർ നമുക്ക് താഴെ പോയിട്ടുണ്ട്. സോ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യുമ്പോൾ എന്താന്ന് നോക്കാം. ഓക്കെ, കാർ അവിടെ കാണിച്ചിട്ടുണ്ട്, നോക്കാം. യാ, ഓക്കെ, വണ്ടി സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇവനെ എടുത്തുകൊണ്ട് നമ്മുടെ അതേ സീനിൽ കൊണ്ട് വെക്കുക എന്നുള്ളതാണ്. വെച്ചിട്ട് കുറച്ച് പരിപാടികളുണ്ട്, കാണിക്കാം. ഓക്കെ, എന്നിട്ട്
സെലക്ട് ചെയ്തിട്ട് അതിലേക്ക് നമുക്ക് ഒരു പ്ലെയിനിനെ ആഡ് ചെയ്യുവാണ്. ഇത് എന്തിനാണ് ഈ പ്ലെയിൻ നമ്മൾ ആഡ് ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു ഞാൻ തരാം. നമ്മുടെ വണ്ടി ഇതുവഴി പോകുമ്പോൾ കുറേ കല്ലുകളും കാര്യങ്ങളൊക്കെ ഇല്ലേ, അതിനനുസരിച്ച് വണ്ടിയുടെ ആ ഒരു കുലുക്കവും കാര്യങ്ങളൊക്കെ സെറ്റാക്കണം. അത് നമുക്ക് ഇതിൽ ഡയറക്റ്റ് അപ്ലൈ ചെയ്താൽ, കാരണം ഇത് ഭയങ്കര ഹെവി ആയിട്ടുള്ള മെഷീനുകളല്ലേ, മോഡൽസ് അല്ലേ, അപ്പോൾ അതിൽ ഡയറക്റ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റത്തിന് അത് താങ്ങാൻ പറ്റത്തില്ല. പലപ്പോഴൊക്കെ ഉള്ള ഒരു സിസ്റ്റത്തിന് താങ്ങാൻ പറ്റത്തില്ല. ഇപ്പോൾ എനിക്കൊന്നൊരു വലിയ അഡ്വർടൈസ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും എനിക്കൊന്ന് ചിലപ്പോൾ അങ്ങനെ ഇതിൻ്റെ എടുത്തില്ലെങ്കിൽ ഇതിനെ ലോ പോളിയൊക്കെ ആക്കിയിട്ട് നമുക്ക് എടുക്കാം. മാക്സിമം വെർട്ടിക്സ് ഒക്കെ കുറച്ച് എവിടെയൊക്കെയാണ് ഹൈറ്റ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷെ ഇപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ ആവശ്യമുള്ളൂ ചെയ്യുമ്പോഴത്തേക്കിന്. എന്നിട്ട് നേരെ പോവുക, Ctrl R പ്രസ് ചെയ്യുക, ലൂപ്പ് കട്ട്സ് കിട്ടും. ലൂപ്പ് കട്ട്സ് ആഡ് ചെയ്യുക. ഓക്കെ, ഇതിൽ ലൂപ്പ് കട്ട്സ് ആഡ് ചെയ്യുക. ഒരു 2 ആഡ് ചെയ്യുക. 2 ആഡ് ചെയ്തിട്ട് ഓൾ സെലക്ട് ചെയ്തിട്ട് നമുക്ക് സബ് ഡിവൈഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഒന്നും കൂടെ ആഡ് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ കിട്ടിയല്ലോ. എന്നിട്ട് നമ്മൾ മോഡിഫയറിൽ പോയിട്ട് ഡിസ്പ്ലേസ്മെൻറ്റ് ക്ലിക്ക് ചെയ്യുക, ന്യൂ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ തന്നെ കാണിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ പോകാം. ഞാനിപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ന്യൂവും ഓപ്പണും വേണ്ട, നമുക്ക് ഇവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമേജ് എന്ന് പറഞ്ഞിട്ട് കിടക്കുന്നുണ്ട്, അതിൽ നമുക്ക് ക്ലൗഡ് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇതാണ്ട് ഇങ്ങനെ വരും അല്ലേ, ഇങ്ങനെ വരും. അതിൽ നമുക്ക് സ്കെയിൽ ഒന്ന് കൂട്ടി കൊടുക്കുമ്പോൾ ഇത് കുറച്ചൊന്ന് മയമായിട്ട് വരും. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഇവന്മാരെയൊക്കെ ഒന്ന് പതുക്കെ ഒന്ന് താത്ത് കൊടുക്കുക. കണ്ടില്ലേ, അപ്പോൾ ആ ഒരു സംഭവം അവിടെ കിട്ടിയിട്ടുണ്ടല്ലേ. എന്നിട്ട് ഇതിനെ നമുക്ക് ഈ RBD ആഡ് ഓണിൻ്റെ അറിയാലോ, റിഗ്ഡ് ബോഡി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതിൽ പാസീവ് ഉണ്ട്, ആക്റ്റീവ് ഉണ്ട്. അതേ സംഭവമാണ് ഇവിടെ വരുന്നത്. ഇതിൽ നമുക്കിവിടെ പാസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്ജക്റ്റ് അവിടെ ഇരിക്കും, കാർ വന്ന് ഇടിച്ചാലും അത് മൂവ് ആവത്തില്ല. ആക്റ്റീവ് നമ്മൾ കൊടുത്തിട്ട് ഇവിടെ ഒരു ബോക്സ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ഇടിച്ചുകൊണ്ട് കാർ പോവും. അതാണ് സംഭവം ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാനിവിടെ പാസീവ് എന്ന് പറയുന്ന ക്ലിക്ക് ചെയ്യാണ്. പാസീവ് ക്ലിക്ക് ചെയ്തിട്ട് ഇപ്പം ഞാനൊന്ന് പ്ലേ ചെയ്യുമ്പോൾ കണ്ടില്ലേ, അതിൻ്റെ മണ്ടയ്ക്ക് വണ്ടി നിൽക്കും അല്ലേ. ഇനി നമുക്ക് വേണ്ടത് കണ്ടില്ലേ, ഈ ചില കാറിൻ്റെയൊക്കെ അഡ്വർടൈസ്മെൻറ്റിൽ കാർ പതിയെ പോവാണല്ലേ, പതിയെ പോകുമ്പോഴത്തേക്കിന് പതുക്കെ കയറി ചെറുതായിട്ടൊന്ന് ചെറിയൊരു കുലുക്കമൊക്കെ കുലുങ്ങി അങ്ങനെ കയറിപ്പില്ല. അതാണ് അതിൻ്റെ ഒരു ഭംഗി. അപ്പം ആ രീതിക്ക് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഉള്ള ഈ സെറ്റിങ്സിൽ പറ്റത്തില്ല. അതിന് നമ്മൾ എന്ത് ചെയ്യും, 2 രീതികളുണ്ട്. ഇത് നമുക്ക് ഉപയോഗിച്ചിട്ട് ഇവന്മാരെ ഉപയോഗിച്ചിട്ടും ചെയ്യാം, നമുക്ക് വഴി കാണിച്ചു കൊടുക്കുന്ന രീതിയിലും. ഇത് നമ്മുടെ കീബോർഡ് ഇത് നമ്മുടെ കീബോർഡ് യൂസ് ചെയ്യാം. നമുക്ക് ഇത് ജോയ്സ്റ്റിക്ക് യൂസ് ചെയ്ത് നമുക്ക് അങ്ങനെ കളിക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത് ഈ പാത്തിൻ്റെയാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. അതായത് പിന്നീടായാലും നമുക്കത് പാത്തിനെ മൂവ് ചെയ്ത് എടുത്ത് മാറ്റാൻ പറ്റും. അതിന് ഞാനൊരു ജസ്റ്റ് ഒരു empty ആഡ് ചെയ്യാണ്. empty സ്പിയർ ഞാൻ ആഡ് ചെയ്താൽ ഇവിടെ ഉണ്ട്. എന്നിട്ട് ഞാൻ നേരെ ഇവിടെ വന്നിട്ട് അത് കാണിച്ചു കൊടുക്കുകയാണ്, അങ്ങോട്ടാണ് വണ്ടി പോകേണ്ടത്. സോ അത് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ എനബിൾ ആണ്. ഇവിടെ വന്നിട്ട് ജസ്റ്റ് ചുമ്മാ പ്ലേ ചെയ്താൽ കാണാൻ പറ്റും. ഒരേ നിമിഷം, അതിനു മുമ്പ് വേറെ 2-3 സംഭവങ്ങൾ നമ്മൾ അപ്ലൈ ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് അനങ്ങാഞ്ഞത്. ഇവിടെ വന്നിട്ട് ഓട്ടോ ഡ്രൈവ് കൊടുക്കുക, ഓട്ടോ റിവേഴ്സ് കൊടുക്കുക, ഓട്ടോ ബ്രേക്ക് കൊടുക്കുക. പക്ഷേ ഈ സ്റ്റിയറിംഗ് പവർ മാക്സിമം ഒരു 1 തൊട്ട് 3 വരെയൊക്കെ ചെയ്യുക. അല്ലെങ്കിൽ ഭയങ്കര സ്പീഡിലായിരിക്കും തിരികെ എടുക്കുകയൊക്കെ ചെയ്യുന്നത്. പിന്നെ ഇതിപ്പോൾ കണ്ടില്ലേ, ഇപ്പം ഞാൻ പ്ലേ ചെയ്തിട്ടുണ്ടെങ്കിൽ കാർ അടിച്ചു വിട്ടു പോകും. കണ്ടില്ലേ, നമുക്ക് ഈ ഒരു സംഭവം അല്ല വേണ്ടത്. നമുക്ക് വേണ്ടത് കാറ് പതിയെ സ്റ്റാർട്ട് ചെയ്യണം അല്ലേ. ഞാൻ ഒരു സ്പീഡ് 5 കൊടുക്കുന്നത്. 5 കൊടുത്തിട്ട് ടോർക്ക് 1 നമുക്ക് ഇട്ട് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ടോർക്ക് ഒരു ഇച്ചിരി കുറച്ച് നോക്കട്ടെ. ഈ സ്പീഡും പോരാ, ഇതിനേക്കാളും കുറച്ചും കൂടെ സ്പീഡ് കുറഞ്ഞു വേണം. നമുക്കൊരു 2 കണ്ടില്ലേ, കുറയുന്ന കണ്ടോ, സ്പീഡ് വണ്ടിയുടെ കുറയുന്ന കണ്ടോ. ഇതൊരു ഷോട്ടാണ്, ഇത് കണ്ടില്ലേ, ജസ്റ്റ് വണ്ടി കയറി വരുമ്പോഴത്തേക്കിനുള്ള ആ ഒരു ഷോട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഇവനെ കോപ്പി ചെയ്ത് അത് ഇങ്ങോട്ട് കയറ്റി വെക്കാം.
ഈ ഒരു ചാട്ടം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അത് നമ്മുടെ മോഡിഫയറിൻ്റെ അകത്ത് ടയറോ എവിടെയെങ്കിലൊക്കെ കയറിയിട്ടുണ്ടാവും, അതുകൊണ്ടാണ് അതങ്ങനെ കാണിക്കുന്നത്. സോ നമുക്ക് ഇവനെ കുറച്ചും കൂടെ മേലായിട്ട് ആക്കി വെക്കാം. കാരണം വൺസ് ബേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആനിമേഷൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഫിസിക്സ് ബേക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു സീൻ കാണത്തില്ല. കണ്ടില്ലേ, ഇപ്പം കുറച്ചും കൂടെ കറക്റ്റായി. ഇച്ചിരി കൂടെ നമ്മൾ ഇറക്കിയിടുവാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ബെറ്റർ ആയിട്ട് കിട്ടും. കുറച്ച് ചെറുതായിട്ട് പ്ലേ ചെയ്ത് നോക്കുക. ഇല്ല, പിന്നെയും കുറച്ചും കൂടെ പോവാ. ഓക്കെ ഓക്കെ. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചോ, വണ്ടിക്ക് കുലുക്കമില്ല. ആ കുലുക്കം വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മോഡിഫയറിൽ ക്ലിക്ക് ചെയ്യുക, റോഡിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ വന്നു കഴിയുമ്പോൾ നമ്മളിവിടെ കൊടുത്തില്ലേ പാസീവ് എന്ന് പറഞ്ഞിട്ടില്ല, അവിടെ ഇത് മാറ്റിയിട്ട് മെഷ് ആക്കി വിടുക. ഇപ്പം നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ കണ്ടോ, ഇപ്പം വണ്ടി കറക്റ്റായിട്ട് ആ ഒരു കുലുക്കം ഫീൽ ചെയ്യുന്നുണ്ട്. ഇതെങ്ങനെയാണ് ഇനി ഇതിൻ്റെ അടിപൊളിയാകുക എന്ന് പറഞ്ഞാൽ, അതായത് ഇതിൻ്റെ ഫൈനൽ കാണുമ്പോൾ നല്ല രസമായിരിക്കുമല്ലോ അല്ലേ? ആ ഫൈനൽ നമ്മളെങ്ങനെ എത്തിക്കാന്ന് പറഞ്ഞാൽ, ക്യാമറ ഇപ്പോൾ ആഡ് ചെയ്യണം. ക്യാമറ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് വരിക, വന്നിട്ട് ഒരു ക്യാമറ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ക്യാമറ ഇവിടെ ഉണ്ട്. സോ 0 പ്രസ് ചെയ്തിട്ട് നമുക്ക് ഓൾറെഡി നമ്മുടെ സീനിൽ ഇവിടെ ഒരു ക്യാമറ വരും. ഇത് നമ്മുടെ എന്താ പറയുക, RBC ആഡ് ഓണിൽ പ്രീസെറ്റായിട്ട് കൊടുത്തിരിക്കുന്നതാണ്. പക്ഷെ ഞാനത് യൂസ് ചെയ്യാറില്ല, അതിൻ്റെ ആവശ്യം നമുക്കില്ല. അതുകൊണ്ടാണ് ഞാനത് യൂസ് ചെയ്യാറില്ല. ഗ്രൗണ്ടും എല്ലാം ഞാൻ റെൻഡറിങ്ങിൽ നിന്ന് എല്ലാം എടുത്ത് കളഞ്ഞിരിക്കുക. എന്നിട്ട് കൺട്രോൾ പ്രസ് ചെയ്ത് 0 പ്രസ് ചെയ്ത് നമ്മുടെ ക്യാമറ വരും. എന്നിട്ട് അവിടെ വന്ന് വ്യൂവിൽ പോയിട്ട് ക്യാമറ ലോക്ക് ചെയ്തു. സോ ഇനിയിപ്പോൾ നമുക്ക് ക്യാമറ ഇഷ്ടമുള്ള സ്ഥലത്ത് കൊണ്ടുപോയി വെക്കാം അല്ലേ? അപ്പോൾ ഫ്രെയിം നോക്കി വെക്കുക. ഇങ്ങനെയുള്ളപ്പോൾ നമുക്ക് ഫ്രെയിം സെലക്ട് ചെയ്യാനും കാണാനും നല്ല പാടായിരിക്കും. അപ്പോൾ ജസ്റ്റ് കൺട്രോൾ B അടിച്ച് ഇത്രയും ഭാഗം മാത്രമായിട്ട് സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ക്യാമറ വ്യൂ നിന്ന് വെളിയിലോട്ട് വന്നിട്ട് നമുക്കിത് കണ്ടില്ലേ, ഇവിടെ ഇപ്പം ഈ വൈറ്റ് കയറി കിടക്കുന്നില്ലേ, ഇതിനെ നമുക്ക് താഴ്ത്തി കൊടുക്കണം. സോ അതിന് G പ്രസ് ചെയ്ത് കുറച്ച് താഴ്പോട്ടാക്കി കാണാൻ പറ്റാത്ത രീതിയിലാക്കുക. വലുതായിട്ട് അറിയത്തില്ല. ഓക്കെ, ഇപ്പോൾ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. കണ്ടോ, നമ്മുടെ വണ്ടി പോകുന്നുണ്ടോ? ഓക്കെ, നമ്മുടെ ക്യാമറയിലേക്ക് വീണ്ടും വരിക. വന്നിട്ട് ഇവനെ മാറ്റിയിട്ട് കുറച്ചുകൂടെ സൂം ചെയ്ത് വെക്കുക. സൂം ചെയ്തിട്ട് പിന്നെ വന്നിട്ട് നമുക്ക് ക്യാമറ സെറ്റ് ചെയ്യാനാണ്. എനിവേ ചിലപ്പോൾ എനിക്ക് ലൈറ്റിങ് മാറ്റാൻ ചാൻസ് ഉണ്ട്. നമുക്കിവിടെയൊക്കെ ഒരു MT ആഡ് ചെയ്യാം. MT ആഡ് ചെയ്തിട്ട് കാർ സെലക്ട് ചെയ്ത് കൺട്രോൾ P അടിച്ചിട്ട് കീപ്പ് ട്രാൻസ്ഫോം, ഒബ്ജക്റ്റ് ഒന്നും കൊടുക്കാതിരിക്കുക. ഒബ്ജക്റ്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ പണി കിട്ടും. F2 അടിച്ചിട്ട് ഇതിനെ ഫോക്കസ് ഒന്ന് നമുക്കിടാം. എന്നിട്ട് നമ്മുടെ ക്യാമറ സെലക്ട് ചെയ്തിട്ട് ക്യാമറയിൽ ഫോക്കസ് എന്ന് പറയുന്ന അത് സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് ഇനി ഈ MT എവിടെ കൊണ്ട് വെക്കുന്നോ അവിടെ ആയിരിക്കും ഫോക്കസ് ആവുന്നത്. കണ്ടില്ലേ, ഇപ്പം നമ്മൾ അടുത്തേക്ക് കൊണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ കണ്ടില്ലേ, എവിടെയാണോ നമ്മൾ ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു ഭാഗം നമുക്ക് ഫോക്കസ് ആയിട്ട് കിട്ടും. നമ്മൾ ഒരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മളിതിൽ അറ്റാച്ച്ഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് അതിനെ അവിടെ തന്നെ കൊണ്ട് വെക്കാം. ഇത്രയും ബ്ലറർ നമ്മൾ ചെയ്യണ്ട. ബ്ലറർ ചെയ്യുമ്പോൾ അതൊരു എന്താ പറയാ, നമുക്കൊരു ഇവിടെ വെച്ചിട്ട് നമ്മൾ ഈ വ്യൂ നിന്ന് ഇറങ്ങിയിട്ട് ഇവിടെ നമ്മൾ അടുത്ത ഒരു ക്യാമറ ആഡ് ചെയ്യാണ്. ആഡ് ചെയ്തിട്ട് ഇവിടെ നമ്മൾ കൺട്രോൾ B പ്രസ് ചെയ്യണം. അപ്പം നമുക്കിവിടെ കട്ട് ചെയ്യാൻ പറ്റും. കണ്ടില്ലേ, ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ ഒരു
അധികം ആർക്കും അറിയത്തില്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. പഠിക്കുക. കീപ് ട്രാൻസ്ഫോം കൊടുക്കുക. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് വണ്ടി ഇങ്ങനെ മൂവ് ആയിട്ട് വരുമ്പോൾ അടുത്തതിൽ നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ കയറി പോവാം. മനസ്സിലായി കാണുമല്ലോ അല്ലേ? കണ്ടല്ലേ, വണ്ടി വരുന്നു. ഇതിൻ്റെ ഈ ഒരു ഷേക്കി എഫക്ട്സ് നമുക്ക് കൂട്ടണമെന്നുണ്ടെങ്കിൽ നേരെ പോവുക, ഇവിടുത്തെ ക്ലിക്ക് ചെയ്തിട്ട് വരിക. ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യും, നമ്മുടെ മോഡിഫയർ അപ്ലൈ ആയെന്ന് തോന്നുന്നു, കുഴപ്പമില്ല. നമ്മൾ നേരെ പിന്നെയും ഡിസ്പ്ലേസ്മെന്റ് മാപ്പിൽ പോയിട്ട് ഇവിടെ വന്നിട്ട് അതേ ടെക്സ്ചർ തന്നെ അപ്ലൈ ചെയ്യുക. ക്ലൗഡ്സ് കൊടുക്കുക. എന്നിട്ട് സ്കെയില് കുറച്ചിട്ട് ഇവന്റെ വാല്യൂസിനെ കുറയ്ക്കുക. കണ്ടില്ലേ, കുറച്ച് ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുക, അപ്പം നിങ്ങൾക്ക് കിട്ടും. അപ്പം ഞാൻ ഇവിടെ വെച്ച് ഈ വീഡിയോ നിർത്തുകയാണ്. ഇപ്പോൾ നെക്സ്റ്റ് പാർട്ട് 2 ആയിട്ട് ഞാൻ ഇതിൻ്റെ ബാലൻസ് അപ്ലോഡ് ചെയ്യാം. കാരണം ഇപ്പം തന്നെ അറിയാമല്ലോ, ഒരുപാട് സമയം നമ്മൾ എടുത്തു ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഇതുവരെ കണ്ടതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. കണ്ടതിൽ ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ ആ ഡൗട്ടുകൾ നമ്മളടുത്ത് ചോദിക്കുന്നതിൻ്റെ മറുപടി നമ്മൾ തരുന്നതാണ്. സോ സപ്പോർട്ട് ചെയ്യുക, മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക. സോ അടുത്ത വീഡിയോ ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതാണ് പാർട്ട് 2 ആയിട്ട്. താങ്ക് യു ഗൈസ്, താങ്ക് യു സോ മച്ച്, ബൈ.